ലഗാൻ എന്ന് പറയുന്നൊരു സിനിമയിൽ ഇന്ത്യക്കാരായിട്ടുള്ള 11 പേരും ബ്രിട്ടീഷുകാരായിട്ടുള്ള 11 പേരും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മത്സരത്തിൻ്റെ രസകരമായൊരു കഥയുണ്ട്. നമ്മളൊക്കെ ഒരുപാട് രസിപ്പിച്ച കഥയാണ്. അതിന് സമാനമായൊരു സംഭവം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഫുട്ബോൾ രംഗത്താണ് അത് നടന്നിട്ടുള്ളത്. മോഹൻ ബഗാൻ എന്ന പേരുകേട്ട ഒരു ക്ലബ്ബുണ്ട് ഇന്ത്യയുടെ. 1911 ജൂലൈ 29 IAFA ചാമ്പ്യൻ ഷീൽഡ് മത്സരത്തിൻ്റെ ഫൈനൽ മത്സരത്തിൽ നഗ്നപാതരായ 11 ഇന്ത്യക്കാരും ബൂട്ടണിഞ്ഞ ബ്രിട്ടീഷ് കളിക്കാരുമായിരുന്നു കളിച്ചിരുന്നത്. കളി തുടങ്ങി 15-ാം മിനിറ്റ് തന്നെ ബ്രിട്ടീഷുകാർ ആദ്യ ഗോളടിച്ചു. മോഹൻ ബഗാൻ തോക്കുമെന്ന സ്ഥിതിയിലായപ്പോൾ ക്യാപ്റ്റൻ ശിവദാസിലൂടെ ഗോൾ നില സമനിലയാക്കി. കളി തീരാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ അവിനാഷ് ഘോഷിലൂടെ ഗോളടിച്ച് മോഹൻ ബഗാൻ വിജയം ഉറപ്പിക്കുകയായിരുന്നു. IAFA ചാമ്പ്യനായി മോഹൻ ബഗാൻ. 1757 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പരാജയത്തെ തുടർന്ന് സ്വാതന്ത്ര്യദാഹം ഉൾക്കൊണ്ട് മുന്നേറുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മോഹൻ ബഗാന്റെ ഈ വിജയം ഒരു കുതിപ്പായിരുന്നു, ഒരു പ്രോത്സാഹനമായിരുന്നു. ചോറുണ്ണുന്ന നഗ്നപാതർ, ബീഫ് കഴിക്കുന്ന ബൂട്ടിട്ട ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച കാഴ്ച ഏറെ സന്തോഷം നൽകുന്നു എന്നാണ് അന്നത്തെ പ്രമുഖമായിട്ടുള്ള ഒരു പത്രം എഴുതിയത്. മോഹൻ ബഗാന്റെ 11 പേർ നേടിയ ആ വിജയം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ തുടർന്നുള്ള മുന്നേറ്റത്തിന് ഏറെ സഹായകരമായി. രാജീവ് ഗാന്ധി മോഹൻ ബഗാനെ കുറിച്ച് പറഞ്ഞത് നാഷണൽ ക്ലബ് ഓഫ് ഇന്ത്യ എന്നാണ്. ഇക്കാലത്ത് നമ്മുടെ കേരളത്തിന്റെ IM വിജയനും ജോപ്പോൾ എഞ്ചേരി തുടങ്ങിയ നിരവധി മലയാളികൾ മോഹൻ ബഗാന് വേണ്ടി കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാന രംഗത്ത് കായിക മേഖല നൽകിയിട്ടുള്ള പങ്ക് വളരെ വലുതായിരുന്നു.